എടുത്തതല്ല, എന്നെക്കൊണ്ട് എടുപ്പിച്ചതാണ്. അദ്ദേഹം ആരും എന്റെ കൂടെ നിൽക്കണമെന്ന് പറയില്ല, പക്ഷേ ഓരോന്ന് ചോദിച്ചു വേദനിപ്പിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവിടെ വന്നു പറയുന്നത് എന്തിനാണെന്ന്. എല്ലാവിധ ആർഭാടത്തോടും കൂടി എല്ലാവരും അറിഞ്ഞു നടന്ന വിവാഹമായതിനാൽ പലരും ചോദിക്കും, ഭർത്താവ് എന്തേ എന്ന്. അത് അവസാനിപ്പിക്കാൻ ആണ് ഇങ്ങനെ ഒരു പോസ്റ്റ്. ഹരിണിയുടെ കുറിപ്പിങ്ങനെ. ആദ്യമായി ഷോ ടെലികാസ്റ്റ് ചെയ്ത ദിവസം മുംബൈയിൽ ആദ്യമായി റോഡുകൾ വിജനമായിരുന്നു. ഈ ടെലികാസ്റ്റ് കാണാൻ വേണ്ടി ആളുകൾ വീട്ടിൽ തന്നെ ഇരുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. താനും ശ്രീമതിയും ഷോയുടെ കടുത്ത ആരാധകർ ആയിരുന്നു. ആദ്യത്തെ സീരീസ് അവസാനിക്കുന്ന ദിവസം രാധിക തന്നോട് പറഞ്ഞിരുന്നു, ഇത് മലയാളത്തിൽ ചെയ്യണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഏട്ടനായിരിക്കുമെന്ന്. ഇന്നും അതോർക്കുമ്പോൾ എനിക്ക് കുളിരുവരും. സുരേഷ് ഗോപി പറഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ടെലിവിഷൻ ഗെയിം ഷോകൾക്ക് പുതിയൊരു ഭാവം നൽകുന്നതിന് ഹു വാണ്ട്സ് ടു ബി എ മില്യണയർ എന്ന ലോകം കീഴടക്കിയ ഒരു പരമ്പരയുടെ ഇന്ത്യൻ പതിപ്പ് വന്നപ്പോൾ അത് അമിതാഭ് ബച്ചൻ എന്ന എക്കാലത്തെയും ഗംഭീരനാണ് അത് അവതരിപ്പിച്ചത്. ആദ്യ എപ്പിസോഡ് ഞാനും ശ്രീമതിയും കൂടെയിരുന്ന് കണ്ടിരുന്നു. ഒരു ചരിത്രപരമായ ദിവസം ആയിരുന്നു മുംബൈയിൽ നടന്നത്. കാരണം ട്രാഫിക് തീരെ ഇല്ലാതിരുന്ന ദിനം ആയിരുന്നു അന്ന്. ഇത് എന്റെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ പോവുകയാണെന്ന് അന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല. പിന്നീട് അതിന്റെ സ്ഥിരം പ്രേക്ഷകരായി ഞാനും രാധികയും മാറി. മക്കൾ ഒക്കെ ചെറുതാണ്. ആദ്യത്തെ സീരീസ് അവസാനിക്കുന്ന ദിവസം രാധിക എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഞാനോർക്കുന്നുണ്ട്. ഏട്ടാ, ഇത് മലയാളത്തിൽ ചെയ്യണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഏട്ടനായിരിക്കും എന്ന്. ആ വാക്കുകൾ ഇന്നും പറയുമ്പോൾ എനിക്ക് കുളിരാണ്. ആ പ്രവചനം അതുപോലെ സത്യമായി. 2011-ൽ മാധവൻ ആദ്യം ഇതുമായി വന്നപ്പോൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും മോഹൻലാലാണ് മാധവനോട് പറഞ്ഞത് ഇത് ചെയ്യാൻ അവൻ ഒരുത്തനേ ഉള്ളൂ എന്ന്. അവൻ തന്നെയാണ് ഇത് ചെയ്യേണ്ടതെന്നും മോഹൻലാൽ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതിന് ആദരവ് പകർന്നുകൊണ്ടാണ് താൻ കോൻ ബനേഗ ക്രോർപതിയുടെ മലയാളം പതിപ്പ് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന കരാറിൽ താൻ ഏർപ്പെടുന്നത്. സുരേഷ് ഗോപി പറയുന്നു. ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. കൂടെ കൂടുക.